പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ സാധാരണ ഒരു പ്രയോഗമുണ്ട്, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്നൊരു പ്രയോഗമുണ്ട്. അങ്ങനെ കുറേ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പം തന്നെ പിടിച്ച് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ തോന്നും. തീതുപ്പുന്ന വാഹനം കൊല്ലത്ത് നിന്നും ജയശങ്കർ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു അല്ലേ? ആ തീതുപ്പുന്ന വാഹനം ഒരു കേസ് മാത്രമല്ല, ഇതാ വേറെയും കുറച്ച് ഡ്രാഗൺ വാഹനങ്ങളുണ്ട്. ഞങ്ങൾ കാണിക്കാം. ചവറ MSN കോളേജിൽ നടന്ന ഓട്ടോ ഷോയിലാണ് തീതുപ്പുന്ന വാഹനങ്ങൾ എത്തിച്ചത്. ശനിയാഴ്ചയാണ് കോളേജിൽ ഓട്ടോ ഷോ നടന്നത്. നിയമവിരുദ്ധമായി രൂപമാറ്റം നടത്തിയ നിരവധി വാഹനങ്ങൾ ഷോയ്ക്ക് എത്തിച്ചു. ജയശങ്കർ, ഈ ചവറ കോളേജിൽ ഇത് പൊതു ദർശനത്തിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? ഇതേപോലെ രൂപമാറ്റം വരുത്തി നിയമവിരുദ്ധമായ വാഹനങ്ങൾ ഇപ്പോൾ പ്രദർശിപ്പിക്കാനും തുടങ്ങി. ഡോക്ടർ അരുൺ, കൊല്ലം ചവറയിലെ MSN കോളേജിലാണ് ഇങ്ങനെ പരസ്യമായ പച്ചക്കുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾ നടക്കുന്നത്. കൊല്ലത്ത് തന്നെ ദിവസങ്ങൾക്ക് മുമ്പാണ് MVD ഒരു തീ തുപ്പുന്ന കാറൊക്കെ പിടിച്ചെടുത്ത് വലിയ തോതിൽ നിയമ നടപടി സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ കോളേജിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജിൽ ഇങ്ങനെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായ വാഹനങ്ങൾ ഈ ക്യാമ്പസിലെത്തിക്കുകയും അതിൻ്റെ ഷോയും ഒക്കെ നടന്നത്. കോളേജ് അധികൃതരുടെ അനുമതിയോടുകൂടി, ആശീർവാദത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി. ക്യാമ്പസിലെ ഓട്ടോ ഷോ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ എന്തായാലും എത്തിച്ചത്. ഈ കോളേജുകളിലൊക്കെ ഓട്ടോ ഷോ നടത്തുന്ന സംഘമാണ് ഇത്തരത്തിൽ കാറുമായി ഇവിടെ എത്തി പ്രദർശനമൊക്കെ നടത്തിയത്. ഇതിൻ്റെ വിശദമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ അവർ പരിശോധിച്ചു വരികയാണ്. ദിവസങ്ങൾക്ക് മുമ്പേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായൊരു നടപടി ഈ വിഷയത്തിൽ എടുത്തതാണ്. എന്നിട്ട് പോലും ഒരു വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനം, ഒരു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ, അതും രജിസ്ട്രേഷനുള്ള വാഹനങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്. ആ കാറിൽ നിന്നൊക്കെ വലിയ തോതിൽ തീ തുപ്പുന്നു. ഈ യുവത്വത്തിന് മുമ്പിലൊക്കെ ഈ ക്യാമ്പസ് അധികൃതർ, ഈ ക്യാമ്പസിലെ അധ്യാപകർ എന്ത് സന്ദേശമാണ് യുവാക്കൾക്ക് നൽകുന്നത് ഉൾപ്പെടെയുള്ള ചോദ്യമുണ്ട്. എന്തായാലും പച്ചയ്ക്ക് നിയമവിരുദ്ധ പ്രവർത്തനമാണ് കാണിച്ചിരിക്കുന്നത്. കർശന നടപടി ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ വിഷയത്തിൽ പറയുന്നത്. ഡോക്ടർ അരുൺ, നോക്കൂ, പല വണ്ടികളും ഉണ്ടല്ലോ, ഒരു തരത്തിലും നിയമപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത വാഹനം. എന്താ നോക്കിയ സൈലൻസറിനകത്തൊക്കെ തീ പിടിക്കുന്ന പോലെ സൈലൻസർ കൊണ്ടുവരിക, എന്നിട്ട് അതിനകത്ത് തീ തുപ്പുന്ന സംവിധാനം ഉണ്ടാവുക. മാനമര്യാദയ്ക്ക് ഓടിച്ചു നടക്കുന്ന ആൾക്കാരുടെ വണ്ടി പോലും തീ പിടിക്കുന്ന കാലമാണ്. അതിനിടയ്ക്കാണ് സൈലൻസറിനകത്ത് തീ പിടിപ്പിച്ചുകൊണ്ട് വരുന്നത്. റോഡിലേക്ക് ഇറക്കുന്നത് പെട്രോളും ഡീസലും ഒക്കെ ഒഴിച്ച വാഹനങ്ങളില്ല. എന്നിട്ട് ഒരു സർക്കാർ സംവിധാനങ്ങളുടെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കോളേജിൽ, ഇത് MSN കോളേജ് എന്ന് പറയുന്നത് ചവറ ഗവൺമെൻറ് കോളേജാണ് അതോ എയ്ഡഡ് കോളേജോ? ജയശങ്കർ, ഇത് എയ്ഡഡ് കോളേജാണോ ഈ MSN കോളേജ്? നമുക്കപ്പം ജയകൃഷ്ണൻ വരും. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ ചട്ടവിരുദ്ധമായ വാഹനങ്ങളാണ് ഈ എക്സിബിഷൻ ഷോയ്ക്ക് ഇവിടെ കൊണ്ടുവന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പഴയ വാഹനങ്ങളോ അങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ നമുക്ക് കാണാനൊരു കൗതുകമുണ്ട്. ജയശങ്കർ, ഇത് എയ്ഡഡ് സ്കൂൾ കോളേജാണോ അതല്ല സർക്കാർ കോളേജാണോ? ഡോക്ടർ അരുൺ, നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഇതൊരു സ്വകാര്യ കോളേജാണ്. പക്ഷേ സ്വകാര്യ കോളേജ് അല്ലെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി കീഴിൽ അഫിലിയേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അത്തരം ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ഓട്ടോ ഷോ ഒക്കെ നടത്തുമ്പോൾ അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത്തരം ഒരു പരിശോധനയും ഉണ്ടായിട്ടില്ല. ഇത്തരം ഷോകളൊക്കെ നടത്തുന്ന സംഘം തന്നെയാണ് ഇവിടെയും എത്തി ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ക്യാമ്പസിനുള്ളിൽ വാഹനത്തിൽ നിന്ന് തീ തുപ്പി വലിയ ഷോ എന്തായാലും ക്യാമ്പസിൽ നടത്തിയിരിക്കുന്ന. മോട്ടോർ വാഹന വകുപ്പ് ഈ സംഭവം എന്തായാലും തൂക്കിയിട്ടുണ്ട്. കർശന നടപടി ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും കോളേജ് അധികൃതരുടെ സമ്മതത്തോടെ, അനുവാദത്തോടെയാണ് ശനിയാഴ്ച MSN കോളേജിൽ ഇത്തരത്തിൽ ഒരു ഷോ നടന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി അധികൃതരൊക്കെ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ തടിയൂരുമെന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടി ഈ വിഷയത്തിലുണ്ടാവും. തീ തുപ്പിയ എല്ലാ കാറുകളും, ചട്ടവിരുദ്ധമായ എല്ലാ കാറുകളും പിടിച്ചെടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥരെന്തായാലും പറയുന്നത്. ഡോക്ടർ അരുൺ, താങ്ക് യു. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇത് ഒരു സ്വകാര്യ കോളേജാണ്, എന്നാൽ പോലും ഇത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിയമവിരുദ്ധമായ കാര്യങ്ങൾ അത് പ്രദർശിപ്പിക്കാനുള്ള കോൺഫിഡൻസ് കൂടി ഈ ചങ്ങാതിമാർക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വണ്ടിപ്രാന്ത് നമുക്ക് മനസ്സിലാവും, നമുക്കും ഉണ്ടാവുമല്ലോ വണ്ടിപ്രാന്തൊക്കെ. പക്ഷേ അൾട്രയുന്ന സമയത്തൊരു മാനം മര്യാദയൊക്കെ ഇല്ലേ? എല്ലാത്തിനും ഒരു കണക്കില്ലപ്പാ. ഇത് എന്നാ പരിപാടിയായി കാണിച്ചിരിക്കുന്നത്? നേരെ തീ തുപ്പുന്ന ഡ്രാഗൺ പോലുള്ള വാഹനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പട്ടപെട്ടാന്ന് കൊണ്ടുപോകുന്ന സംവിധാനമാണ്. നമുക്കും ചിലപ്പോൾ ചില കൗതുകങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനൊരു അടക്കോ ഒതുക്കമൊക്കെ വേണ്ടേ?